ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരിമാരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധരിൽ അഗ്രഗണ്യയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് ചേർന്ന് നടത്തുന്ന ധ്യാന പരമ്പരയിൽ പരിശുദ്ധ കന്യാമറിയത്തെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പിന്നിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ ഏതൊക്കെ വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 55 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി, വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച പരിശുദ്ധ കന്യാമറിയം. ലൂക്കോസ് 1:45 എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അനുഗ്രഹീതയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവവചനം തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ വചനത്തെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. 1-ാം ഹവ്വ ദൈവവചനത്തെ നിരാകരിച്ച് പിശാചിൻ്റെ വാക്ക് കേട്ടപ്പോൾ അനുസരണക്കേടും അതുവഴിയായി മരണവും കടന്നു വന്നു. 2-ാം ഹവ്വയായ പരിശുദ്ധയമ്മ ദൈവവചനം ഉത്തമ ബോധ്യത്തോടും സ്വതന്ത്രേച്ഛയോടും കൂടെ സ്വീകരിച്ചപ്പോൾ അനുസരണത്തിലേക്കും അതുവഴിയായി രക്ഷയിലേക്കും ജീവനിലേക്കുമുള്ള വഴി തുറക്കപ്പെട്ടു. അങ്ങനെ അവഗണനയുടെ സ്ത്രീ ശബ്ദത്തിൽ നിന്നും സ്വീകാര്യതയുടെ സ്ത്രീ ശബ്ദമായി ഉയർത്തപ്പെട്ടു. 2-ാമത്, കന്യാമറിയാമിൻ്റെ വിധേയത്വം അഥവാ സമർപ്പണം. വിശുദ്ധ ലൂക്കോസ് 1:38 ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവളുടെ വിധേയത്വവും അനുസരണയും പ്രധാനമായും ദൈവത്തോടും ദൈവിക വചനത്തോടുമാണ്. സ്വന്തം ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാവിധമായ പ്രതികൂല സാഹചര്യങ്ങളെയും സഹനങ്ങളെയും ഏറ്റെടുക്കാൻ തയ്യാറായി. ദൈവപുത്രൻ്റെ പിറവിക്കായി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം വിധേയപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തെയാണ് ഇവിടെ കാണുന്നത്. ആ സ്വയം സമർപ്പണത്തിലൂടെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ദൈവമാതാവ് എന്ന പദവിക്ക് അവൾ യോഗ്യയായി തീർന്നു. തൻ്റെ ചുറ്റുപാടുകളിൽ നടന്നിരുന്ന ചൂഷണങ്ങളെയും അസമത്വത്തെയും സസൂക്ഷ്മം വീക്ഷിക്കുകയും വിലയിരുത്തുകയും അത് തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്ന പരിശുദ്ധ മറിയം തൻ്റെ പുത്രനിലൂടെ ദൈവം പരിവർത്തനങ്ങൾ നടത്തുമെന്ന് സ്വപ്നം കണ്ടിരുന്നു. ദൈവം മറിയം വഴിയായി നിർവഹിച്ച നിരവധി കാര്യങ്ങൾക്ക് അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ദൈവമാതാവിൻ്റെ ഉദാത്തവും ഉലയാത്തതുമായ ദൈവിക വിശ്വാസമാണ്. ദൈവേഷ്ടം തന്നിലൂടെ നിറവേറാൻ വേണ്ടി പരിശുദ്ധ കന്യാമറിയം എത്രത്തോളം താഴ്മപ്പെട്ടോ അത്രത്തോളം ദൈവം അവളെ ഉയർത്തി. ദൈവവചനത്തെ നാം ഓരോരുത്തരും ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ, നിൻ്റെ വാക്ക് എന്നിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് വിശ്വസിച്ച് പറയുമ്പോൾ ദൈവവചനം നമ്മളിലും പ്രാവർത്തികമാകും. 3-ാമതായി, പരിശുദ്ധ കന്യാമറിയാമിൻ്റെ പാട്ട്. വിശുദ്ധ ലൂക്കോസ് 1:46 മുതൽ 55 വരെയുള്ള ഭാഗത്ത് കന്യാമറിയാമിൻ്റെ പാട്ടെന്നറിയപ്പെടുന്ന സ്തുതിഗീതം അഥവാ മറിയാമിൻ്റെ നന്ദി പറച്ചിലാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാത്തിനും എല്ലായ്പ്പോഴും നന്ദി അർപ്പിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല തലമുറകളോട് ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്ക് കൃതജ്ഞതയുള്ളവളായി കാണപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയാം വിശ്വസിക്കുന്ന ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്ത വചനങ്ങൾ, വാഗ്ദാനങ്ങൾ നിവർത്തിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു, ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവർത്തികളും, പ്രവർത്തികളുടെ മൂല്യങ്ങളാകുന്നു നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. തിന്മകളുടെയും അന്ധകാര ശക്തിയുടെയും മേൽ വിജയം വരിച്ച സ്വർഗാരോപിതയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.